ഹലോ കൂട്ടുകാരെ, ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ട്വിൻ ഫ്ലെയിംസും ഡ്രീംസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ലൈവിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു ഡ്രീംസിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യുമെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് സെയിം തിങ് ആൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ച് റീസെൻ്റ്ലി ചോദിച്ചിരുന്നു ഡ്രീംസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസിൽ നോർമലി നമ്മൾ കാണുന്ന ഡ്രീംസിനെ എങ്ങനെ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കണമെന്നുള്ളത് കോമൺ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ ഡ്രീമിൽ കാണുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഏതേത് സ്റ്റേജസിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഹീലിങ്ങിൻ്റെ ഏത് സ്റ്റേജസിലാണ് നമുക്ക് അവർ ഡ്രീംസിലൂടെ വന്ന് ഗൈഡൻസ് തരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തായിട്ട് കോമൺ ആയിട്ട് ഉള്ള ഒരു ഡ്രീം, അതായത് ഒരു 3 പാർട്സായിട്ട് ഇടാം വീഡിയോസ്. അപ്പോൾ ഇന്നത്തേത് കോമൺ ആയിട്ട് നമ്മൾ ഒരു ഡ്രീമിനെ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യുന്നതെന്നും ആക്ച്വലി ഡ്രീംസ് എന്താണെന്നും മനസ്സിലാക്കാം. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എല്ലാവർക്കും അറിയാം, കൗണ്ടർ പാർട്സ് 2 പേരും, അതായത് ഡിവൈൻ മസ്കുലൈനും ഡിവൈൻ ഫെമിനൈനും ഒരേ കോൺഷ്യസ്നെസ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മളെപ്പോഴും നമ്മളുടെ ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ആയിരിക്കാൻ പറയാറുണ്ട്. ഇതാണ് മെയിനായിട്ടുമുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഈ 2 ബോഡീസിലുള്ള നമ്മളുടെ സോളിൻ്റെ ബ്ലോക്കേജസ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഏതൊരു ബ്ലോക്കേജിനെയും നമുക്ക് ഡ്രീം ത്രൂ കണക്റ്റാക്കി യൂണിവേഴ്സ് കാണിച്ചു തരും. പലപ്പോഴും നമ്മുടെ പാസ്റ്റ് ലൈഫുകളിലേക്കും നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റും. ഇതല്ലാതെ ഡ്രീംസ് ത്രൂ നമുക്ക് പല ട്രിഗേഴ്സ് കിട്ടാം. നമ്മളുടെ ഫാമിലിയിൽ മരിച്ചുപോയ നമ്മളുടെ പൂർവികർ നമ്മളെ ഡ്രീംസിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കോമൺ ആണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. അപ്പോൾ കോമൺ ആയിട്ട് ഡ്രീംസിനെ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഡീകോഡ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു ഡ്രീമും ആയിക്കോട്ടെ, ആ ഒരു ഡ്രീം കാണുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഫീലിംഗ് ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിപ്പം ട്വിൻ ഫ്ലെയിമിനെ കണ്ട കാര്യമായിക്കോട്ടെ, ഏതെങ്കിലും സ്ഥലങ്ങൾ, പാസ്റ്റ് ലൈഫായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ മരിച്ചുപോയ ആരെങ്കിലുമൊക്കെ കാണുമ്പോഴും നമുക്ക് വന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു ഫീലിംഗ്, ആ ഒരു വൈബ്രേഷൻ ഒരു ലോവർ എനർജിയിലാണെങ്കിൽ, ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ ഹീൽ ചെയ്യാനുള്ള കാര്യമാണെന്നാണ് ഈ ഡ്രീംസ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഡ്രീംസിലേക്ക് കണക്റ്റ് ആവാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ജേർണലിംഗ് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കണക്റ്റ് ആവേണ്ടതെന്ന് പറഞ്ഞാൽ, മേ ബി ഇന്നിപ്പോൾ നമ്മളൊരു ഡ്രീം കാണുമ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല. കാരണം അത് പ്രോബബ്ലി പാസ്റ്റ് ലൈഫിൻ്റെ ഒരു വിഷ്വലായിരിക്കാം, ഒരു ഫ്ലാഷ് ആയിരിക്കാം നമ്മൾ കാണുന്നത്. പക്ഷേ അത് നമ്മൾക്ക് ഡ്രീമിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ നമ്മൾക്ക് എന്തോ ഹീലാക്കാനുണ്ട്. അതായത് കറൻറ്റ് ലൈഫിൽ നമ്മൾ ഗോ ത്രൂ ആവുന്ന ഈ ജേർണിയിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഹീലാക്കേണ്ട ഏതോ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന പാസ്റ്റ് ലൈഫിലാണെന്നാണ്. പക്ഷെ അത് ഡേ 1 തന്നെ നമുക്ക് മനസ്സിലാവണമെന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് കണ്ണ് തുറക്കുന്ന ആ മിനിറ്റ് തന്നെ നമ്മളുടെ അടുത്തൊരു ബുക്കും പേനയും വെച്ചിട്ട് ഈ ഡ്രീംസിനെ നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങാം. നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ നമുക്ക് പലപ്പോഴും, കാരണം നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ വേവ്സ് വളരെ കാമായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രാൻസ് സ്റ്റേറ്റ് ഇന്ന് അങ്ങോട്ട് വെളിയിൽ വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ ഹയർ സെൽഫിലേക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റും. ആ ഡ്രീമിൻ്റെ ആക്ച്വൽ മീനിങ് നമുക്ക് എഴുതാൻ പറ്റും. അതല്ല ഇനി അവിടെ അത്രയും ഡീകോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സോൾ ലെവലിൽ കിടക്കുന്ന കാര്യങ്ങളെ നമ്മൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനിയും ചെറിയൊരു ഡ്രീമല്ല, ഒരു സ്റ്റോറി ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്രയും ടെക്നോളജി അവൈലബിൾ ആണ്. അതായത് നമ്മുടെ വാട്സപ്പിൽ തന്നെ സ്വയം റെക്കോർഡ് ചെയ്തിട്ട്
നമുക്ക് തന്നെ അയച്ചു കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലേ. അതങ്ങനെ തന്നെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്തിടുക. കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഫ്രഷായി മെഡിറ്റേഷനൊക്കെ ചെയ്തു ഒന്ന് കാമായി കഴിയുമ്പോൾ നമ്മൾ അയച്ചിരിക്കുന്ന ആ വോയിസിനെ ഒന്ന് കേട്ട് നോക്കുമ്പോൾ, ഒരു പ്രാവശ്യമല്ല 1, 2, 3 പ്രാവശ്യം കേട്ട് നോക്കുമ്പോൾ അതിൽ നമ്മൾക്ക് ഹീലാക്കാനുള്ള പല കാര്യങ്ങളും നമുക്ക് പോയിൻ്റ് ടു പോയിൻ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡ്രീംസ് വരുന്നത്, അല്ലെങ്കിൽ ഡ്രീംസിനെ എങ്ങനെ ഡീകോഡ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. ഇനി ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെൽഫിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ബ്ലോക്കേജസിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു ബ്രിഡ്ജാണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ബ്ലോക്കേജസ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. നമ്മൾ പല ഹീലിങ്സും ചെയ്യുമെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിൽ ആക്ച്വലി എന്താണ് കിടക്കുന്നത്, നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മളെ സെയിം ലൂപ്പിലിടുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡ്രീംസിലൂടെ കോൺഷ്യസ്ലി വെളിയിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് മീൻസ് ഇതിനൊരു ടെക്നിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, അതായത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ ബെഡിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഹയർ സെൽഫിനോട് റിക്വസ്റ്റ് ചെയ്യുക. ആൻഡ് ആ ഒരു സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഡൈറ്റീനെയും, അതായത് ഇപ്പം ശിവഭഗവാൻ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയാണ് അല്ലെങ്കിൽ ദേവിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ദേവിയെയും നമ്മളുടെ ഹയർ സെൽഫിനെയും വിളിച്ചിട്ട്, ഇനി എന്ത് ബ്ലോക്കേജസ് ആണ് എനിക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത്, എവിടെ വരെയാണ് ഈ ഒരു പോയിന്റിൽ ഞാൻ ഹീലാക്കേണ്ടത്, അതെനിക്ക് ഡ്രീംസ് ത്രൂ കാണിച്ചു തരും എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പല മേജർ ബ്ലോക്കേജസും നമുക്ക് അതായത് നമ്മൾ കോൺഷ്യസ്ലി റിക്വസ്റ്റ് ചെയ്ത് നമ്മുടെ സർഫേസിൽ കൊണ്ടുവന്ന് നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഡ്രീംസിൽ കൂടെ കാണുന്ന പല കാര്യങ്ങളെയും നമുക്ക് എങ്ങനെ ഹീൽ ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ആ ഡ്രീംസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് പേഴ്സണാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഏത് സ്ഥലമാണ്, ഏത് സിമ്പലാണ്, ഏത് സിറ്റുവേഷനാണ്, ഇതൊക്കെ മാറ്റി വെക്കുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിംഗ് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണെങ്കിൽ അതൊരു ഗൈഡായിട്ടാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കുന്നത്. അതായത് ആ ഒരു ഗൈഡെന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഹീലാക്കാനില്ല, എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക്, അതായത് നിങ്ങളുടെ ആ ഒരു റൈറ്റ് പാത്തിലുള്ള കാര്യത്തെ ഒന്നുകൂടെ ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് പല കാര്യങ്ങളിലൊന്ന്. അതേസമയം നിങ്ങളുടെ ഫീലിങ്സിൽ ഒരു ലോവർ വൈബ്രേഷണൽ എനർജി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിപ്പം പേടിയാവാം, ഇൻസെക്യൂരിറ്റീസ് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഷാഡോ സെൽഫ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണ് വന്നിരിക്കുന്നത്, നമ്മുടെ കാർമിക്കായിരുന്നു എന്ന് വിചാരിച്ചു, അയാൾ നമ്മളുടെ ലൈഫിൽ നിന്നൊക്കെ പോയി. കുറേ നാൾ കഴിഞ്ഞിട്ട് അയാൾ പിന്നെയും ഡ്രീമിൽ വന്നപ്പോൾ ഇയാൾ എന്തിനാ പിന്നെ എൻ്റെ ലൈഫിൽ വന്നത് എന്നുള്ള ഫീലിംഗ് ആണെങ്കിൽ മനസ്സിലാക്കുക, അവിടെ നിങ്ങൾ ആ ഒരു കാർമിക് പാറ്റേണിലേക്ക്, അൺകണ്ടീഷണൽ ലവ് എന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അത് കാണിക്കാനായിട്ടാണ്. അതേപോലെ തന്നെ സ്ഥലങ്ങളൊക്കെയും നാച്ചുറലാണ് നമ്മൾ കാണുന്നത്, പാസ്റ്റ് ലൈഫിൻ്റെയൊക്കെയും. അപ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് പിന്നെയും അടുത്ത ദിവസം ഈ ഒരു കാര്യത്തിൻ്റെ ബാലൻസ് കാര്യം എനിക്കൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരൂ എന്നുള്ളത് നമ്മളുടെ ഹയർ സെൽഫിനോടും ആ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു സൂപ്പർ പവറിനോടും യൂണിവേഴ്സൽ പവറിനോടും റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് കണ്ട ഡ്രീമിൻ്റെ ബാലൻസ് ഭാഗം മേ ബി ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊന്ന് ഒരു ഫ്ലാഷായിട്ട് വരുമായിരിക്കും. പിന്നെയും അത് എഴുതി നോക്കുക. മെഡിറ്റേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു ആൻസർ എനിക്ക് കാണിച്ചു തരുമെന്ന് പറയുക. അപ്പോൾ പല ആൾക്കാരിലൂടെയും ഒരു ഗൈഡൻസ് ആയിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങളിലേക്ക് വരുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഡ്രീംസ് കാണുമ്പം നമ്മൾ എഴുതിയെടുത്തു, അതിനെ ഡീകോഡ് ചെയ്യാനായിട്ട് നോക്കി, അല്ലെങ്കിൽ ഹയർ സെൽഫിനോട് റിക്വസ്റ്റ് ചെയ്തു ആൻഡ് ലെറ്റ് ഗോ ചെയ്യുക. ഇവിടെ പിന്നെ അതിനെ സറണ്ടർ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ഇതിൻ്റെ ഒരു ആൻസർ യൂണിവേഴ്സായിട്ട് കൊണ്ട് തന്നോളൂ എന്ന് വിചാരിക്കുക. എപ്പോഴും അതിന് മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് അതിൻ്റെ പുറകെ പോകരുത്. കാരണം ഈ ഒരു ജേർണി നമ്മളെ പഠിപ്പിക്കുന്നത് പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനായിട്ടാണ്. അപ്പോൾ പിന്നെ ആ ഡ്രീം എന്തായിരുന്നു എന്ന് നമ്മൾ 24/7 ആലോചിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ നമ്മുടെ പാസ്റ്റിലേക്കാണ് നോക്കുന്നത്. അത് ഈ ജേർണിയിൽ
നമുക്ക് പിന്നെയും ഒരു ബ്ലോക്കായിട്ട് വരും. സോ ലെറ്റ് ഗോ ചെയ്യുക. എഗെയിൻ അതിൻ്റെ ആ ബാലൻസ് വരുന്ന കാര്യങ്ങൾ ആ വരുന്നതായിട്ട് അതിനെ ഡീകോഡ് ചെയ്യുക, പിന്നെയും സറണ്ടർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ നമ്മൾ ഡ്രീംസിൽ കാണുമ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഇതല്ലാതെ ജൂൺ 4 തൊട്ട് കാർമിക് കോഡ് കട്ട് ഹീലിംഗ് സെഷൻസ് 3 ഡേയ്സിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് കോഡ് കട്ടിങ് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ലൈവിൽ നമ്മൾ മെഡിറ്റേഷൻ ത്രൂ കുറേ കാര്യങ്ങൾ കോഡ് കട്ട് ചെയ്ത് ഹീലാക്കും. അതേപോലെ തന്നെ മുമ്പോട്ട് ഒരു പ്രോപ്പറായിട്ട് ഒരു കോഡ് കട്ടിങ്, കാരണം പലരും ഒരു ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു എഫക്റ്റീവ്ലി ആവുന്നില്ല കോഡ് കട്ടിംഗ് എന്ന് ഇതുകൊണ്ട് അത് ഡിവൈൻലി ഗൈഡഡ് ആയിട്ട് ഒരു ഹീലിംഗ് സെഷൻ വെച്ചതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് ഇടുന്നതാണ്. ഇതല്ലാതെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. ഇതല്ലാതെ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ബ്ലെസ്സിങ്സ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.